നമസ്കാരം. നമ്മുടെ രാജ്യത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടന്നു. അത് ശ്രീരാമ ജന്മസ്ഥലമായ അയോധ്യയിൽ ശ്രീരാമന്റെ പ്രാണപ്രതിഷ്ഠ നടന്നു എന്ന ചടങ്ങാണ്. ആ ചടങ്ങ് രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി, ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി, അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും. എങ്കിലും കൂടുതലും ജനങ്ങൾ, കേരളത്തിൽ പോലും എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ കേന്ദ്രങ്ങളിലും ആൾക്കാർ പ്രത്യേകമായിട്ട് പൂജകൾ നടത്തുകയും രാമായണ പാരായണം നടത്തുകയും അവർ വിളക്ക് തെളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് CPM എന്ന പ്രസ്ഥാനത്തെയും അതിൻ്റെ ചില സംഘടനകളെയും വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നു. അവർക്ക് ഈ വിദ്വേഷം എന്നത് എപ്പോഴും ഇങ്ങനെ ഉയർന്നു നിൽക്കണം, ഇങ്ങനെ ലൈവായി നിൽക്കണം. ജനതകൾ തമ്മിലുള്ള വിദ്വേഷത്തിനെ ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ച് എപ്പോഴും ആ വിദ്വേഷം ഇങ്ങനെ പടർത്തിക്കൊണ്ട് നിൽക്കണം. എന്നാൽ മാത്രമേ ആ വിദ്വേഷത്തിന്മേൽ ഉണ്ടാക്കിയെടുക്കുന്ന ആ മുതലെടുപ്പിലൂടെ മാത്രമേ ഈ പ്രസ്ഥാനത്തിന് നിലനിൽക്കാൻ കഴിയൂ എന്ന അവസ്ഥ വന്നിരിക്കുന്നു CPM-നും CPM-ന്റെ ചില സംഘടനകൾക്കും. ഞാൻ എന്തിന് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഇന്ന് ഈ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ഈ SFI എന്ന സംഘടന, SFI എന്ന ഒരു വിദ്യാർത്ഥികളുടെ സംഘടന കാലടി സർവകലാശാലയിൽ, സംസ്കൃത സർവകലാശാലയിൽ, കാരണം കാലടി ശങ്കരാചാര്യരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കാലടി സർവകലാശാല. അത് ശ്രീ ശങ്കര സർവകലാശാല എന്നാണ് അതിൻ്റെ പേര്. അപ്പൊ ആ സർവകലാശാലയിൽ തന്നെ വിദ്വേഷം ഇങ്ങനെ പെരുപ്പിച്ച് നിർത്തുക എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയായി മാറിയിരുന്നു. അവിടെ ഇന്ന് ഈ പ്രതിഷ്ഠ നടക്കുന്ന ദിവസം അവിടെ എന്താണെന്ന് പറയുമ്പോൾ ബാബരി മസ്ജിദിന്റെ രൂപം ഉണ്ടാക്കി വയ്ക്കുകയും അവിടെ അതിനെ ആ ഒരു ഓർമ്മ നിലനിർത്തുന്ന തരത്തിലുള്ള ബോർഡുകൾ വയ്ക്കുകയും ചെയ്യും SFI-ക്കാർ. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ കുറെ കാലം ബാബരി മസ്ജിദിന്റെ ദിവസം ഡിസംബർ 6 ഒരു കരിദിനമായിട്ട് ആചരിച്ചിരുന്ന ഒരു രാഷ്ട്രീയ സംഘടനയുണ്ട്, ഒരു പ്രത്യേക സംഘടനയുടെ കീഴിലുള്ള രാഷ്ട്രീയ സംഘടന. പക്ഷെ ആ സംഘടന പോലും ഈ പ്രതിഷ്ഠാ ദിനത്തിൽ അതിനെതിരായിട്ട് അവർ ഒരു ക്യാമ്പയിനായിട്ട് വന്നിട്ടില്ല. അവർ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു, അവരുടെ പ്രതിഷേധങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്, അവരുടെ എതിരഭിപ്രായങ്ങൾ അവർ പലയിടത്ത് പറഞ്ഞു. പക്ഷേ ഈ വിദ്വേഷം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തികളും അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. പക്ഷേ SFI-യിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഞാനീ പറഞ്ഞത് SDPI എന്ന രാഷ്ട്രീയ പാർട്ടി പോലും ചെയ്യാത്ത കാര്യമാണ് ഇന്ന് SFI ചെയ്തിരിക്കുന്നു. അത്രയ്ക്ക് തരം താണിരിക്കുന്നു CPM-ന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നത് നമ്മൾ കാണണം. ഇത് ശങ്കരാചാര്യ സർവകലാശാലയുടെ മുന്നിൽ ഈ ബാബറി പള്ളിയുടെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ബോർഡൊക്കെ വയ്ക്കുന്നു. അവസാനം പോലീസ് വന്ന് അതിനെടുത്ത് മാറ്റി എന്നാണ് പറയുന്നത്. മാത്രമല്ല പാലക്കാട് വിക്ടോറിയ കോളേജിലെ മുന്നിലും വലിയ ബാനർ വലിച്ചു കെട്ടി ബാബറി മസ്ജിദ് പൊളിച്ചവന്മാരാണ്, മറ്റേണ് മറിച്ചാണ്, അതിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത് കുറെ കാലം കൊണ്ട് പറഞ്ഞു തളർന്നതാണ്. പക്ഷെ അതെല്ലാം പോയി. സുപ്രീം കോടതി വന്നു, സുപ്രീം കോടതി വിധിച്ചു അയോധ്യയിൽ രാമക്ഷേത്രവും വേണം മസ്ജിദും വേണമെന്ന് വിധിച്ചു. അങ്ങനെ ആ രാമക്ഷേത്രം ഉണ്ടാക്കി, അവിടെ പ്രതിഷ്ഠ നടത്തി, മസ്ജിദിന്റെ നിർമ്മാണം നടക്കുന്നു, അതിന് പ്രത്യേക സ്ഥലങ്ങൾ 5 ഏക്കർ കൊടുത്തു. ഇതൊന്നും ഈ SFI-കാരും ഈ CPM-കാരും അറിഞ്ഞിട്ടില്ല. ഇനിയും പഴയ വിദ്വേഷം ഇങ്ങനെ ഉയർത്തി പെരുക്കി വെക്കണം എന്നത് ഒരു ഈ പറയുന്ന ജനാധിപത്യത്തെ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വാചമടിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് നല്ലതാണോ എന്ന് ഓർക്കണം. എന്തിനിപ്പോൾ മുഖ്യമന്ത്രി പോലും അത്തരത്തിലുള്ള പ്രസ്ഥാനമായിട്ടാണ് ഇന്ന് ഈ പ്രതിഷ്ഠാനത്തിന് രംഗത്ത് വന്നത്. ഇത് ഒരു മതം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള, ഒരു മതം മാത്രം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്താണ് മുഖ്യമന്ത്രി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആരെ പ്രീതിപ്പെടുത്താനാണ്? ആർക്ക് വേണ്ടിയാണ്? ആരുടെ സമ്മർദ്ദത്തിൽ വഴങ്ങിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പ്രസ്ഥാനമായി രംഗത്ത് വന്നത്? ഇംഗ്ലീഷിലാണ് പറഞ്ഞത് അദ്ദേഹം. കാരണം പ്രോമിറ്ററിൽ നോക്കി വായിക്കുകയായിരുന്നു എന്ന് വ്യക്തമാണ്. കാരണം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മാത്രമേ ദേശീയ ശ്രദ്ധയും ഇന്റർനാഷണൽ ശ്രദ്ധയും വരുള്ളൂ. അപ്പൊ ഇന്റർനാഷണൽ ശ്രദ്ധ വരണം. ഇന്ത്യയുടെ പുറത്ത് ഈ ഇന്ത്യക്കെതിരായി PR വർക്ക് നടത്തുന്ന നല്ലൊരു വിഭാഗമുണ്ട്. അവർക്കും കൂടെ ഇത് കേട്ട് മനസ്സിലാക്കണം. അവരിത് ഏറ്റെടുക്കണം. അവർ ഈ വീഡിയോ ഏറ്റെടുത്തിട്ട് ഇതൊരു പ്രചരണമാക്കി അവർ ലോകം മുഴുവനും കൊണ്ടു നടക്കണം. അങ്ങനെ കേരള മുഖ്യമന്ത്രി ഇത് ശക്തമായി എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു, മതേതരത്വവാദിയായിട്ട് വന്നു എന്ന് കാണിക്കണം. അതിനുവേണ്ടിയുള്ള തന്ത്രമാണ് ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ വന്നിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ BJP എന്ന പ്രസ്ഥാനം എങ്ങനെയാണ് ഇത് കൊണ്ടുവന്നതെന്നും അവരവരുടെ പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞതാണ്. അങ്ങനെ അവർ അടിച്ചേൽപ്പിക്കുന്നതല്ല. എല്ലാവരെയും വിളിച്ചു, മുഖ്യമന്ത്രിയെയും വിളിച്ചു. മുഖ്യമന്ത്രി പോയില്ല, ആരെങ്കിലും അടിച്ചേൽപ്പിച്ചോ? മുഖ്യമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുത്തില്ല. എന്താ പങ്കെടുക്കാത്തത് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ആരെങ്കിലും തട്ടിക്കയറിയോ? ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? താൻ എന്തുവാ വരാത്തതെന്ന് ചോദിച്ചോ? ഇല്ലല്ലോ.
അപ്പോൾ അടിച്ചേൽപ്പിക്കുന്നു എന്ന് പറയുന്നത് മറ്റാരെയൊക്കെയോ ഈ രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും നിൽക്കുന്ന ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഈ CPM-ന്റെ കീഴിലുള്ള SFI-ക്കാരും ഇതൊക്കെ ചെയ്യുന്നതിൽ അത്ഭുതപ്പെടാനില്ല.